51 സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ തിരുവചനമാണ്. 51-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ തിരുവചനമാണ്. അല്പസമയം ദൈവവചനമായി ചിന്തിപ്പാൻ, ഒരുമിച്ച് നമുക്ക് കൂട്ടായി ചിന്തിപ്പാനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം. ആ വാക്യത്തിന് എഴുതിയിരിക്കുന്നത് അവിടെ പറയുന്നു, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. ഇന്ന് പകൽ ഞാൻ വിശ്വാസത്തോടെ ഇത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളെ ഉള്ളിനകത്ത് ഒരു ക്രിയേഷൻ നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കും, പുതിയ ഒരു ഹൃദയം സൃഷ്ടിക്കാനാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, യാചിക്കുന്ന ഏവനും അത് ലഭിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നത് ഒരു പുതിയ ഹൃദയത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടിയാണ്. എങ്ങനെയാണ് ഈ പുതിയ ഹൃദയം സൃഷ്ടിക്കുവാനായി കഴിയുന്നത്? വചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിനകത്തോട്ട് കയറുമ്പോൾ, അല്ലെങ്കിൽ കടന്നു വരുമ്പോൾ ചിലത് സൃഷ്ടിപ്പ് നടക്കുകയാണ്. ദൂതൻ മറിയയോട് പറഞ്ഞ ഒരു വാക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അതേ 1-ാം അധ്യായം അതിൻ്റെ 37 ദൂതൻ മറിയയോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടുമ്പോൾ, അതേ അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകും എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു പുതിയ ഹൃദയം സൃഷ്ടിക്കണമേ കർത്താവ് എന്നാണ്. നമ്മുടെ ആരുടെയും ജീവിതത്തിനകത്ത് അതെ നാം ആരൊക്കെ ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കുന്ന, കർത്താവേ, എനിക്കൊരു പുതിയ ഹൃദയം വേണം. ചോദിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്താൽ പറയുന്നു, അത് തരാൻ ദൈവം ശക്തനാണ്. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം ഒരിക്കലും മാറുന്ന വാഗ്ദത്തമല്ല. ദൈവം വാക്കു പറഞ്ഞാൽ മാറുന്നവനല്ല. വചനം പറഞ്ഞിരിക്കുന്നു, അതെ, അവന്റെ ശക്തി നിന്റെ മേൽ ഒന്ന് നിഴലിടുമ്പോൾ തന്നെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ, അതെ, ഇതുവരെ നടക്കാത്തത്, ഇതുവരെ സംഭവിക്കാത്തത്, ഇതുവരെ കാണാൻ കഴിയാത്തത് ഒന്ന് നിന്റെ ഉദരത്തിൽ അതെ സംഭവിക്കും എന്ന് അതേ ദൂതൻ മുഖാന്തരം പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, ഇന്ന് പകൽ ചോദിക്കുന്നവരാരെങ്കിലും ഇതിനകത്ത് വിശ്വാസത്തോടെയാണ് ചോദിക്കുന്നതെങ്കിൽ, ഒരു പുതിയ ഹൃദയം എൻ്റെ അകത്ത് സൃഷ്ടിക്കാൻ ദൈവം ശക്തനാണ്. ഒരു പുതിയ ഒരു അനുഭവത്തിലേക്ക് നമ്മെ നടത്താൻ ശക്തനാണ് കർത്താവ്. നമുക്കിന്ന് പകൽക്കാലം ചോദിച്ചുകൊണ്ടിരിക്കുക, വാ തുറക്കാതിരിക്കരുത്, മിണ്ടാതിരുന്നാൽ ഒന്നും നടക്കത്തില്ല. ദാവീദ് ചോദിക്കുകയാണ്, എന്താ ചോദിച്ചത്? പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം കർത്താവേ. അതേ, പഴയ ഒരു ഹൃദയം ദാവീദിനുണ്ട്. അതെന്ത് ഹൃദയമാണ് ദാവീദിന്റെ? അതേ, പഴയ ഹൃദയം. ദാവീദിന്റെ ഹൃദയത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാവും. കാരണം ഒരുപാട് പാപം ചെയ്തവനാണ് ദാവീദ്. അതേ, ഒരുവന്റെ ഭാര്യയെ തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി അതേ പടയുടെ മുൻപിൽ നിർത്തി അവളുടെ ഭർത്താവിനെ പോലും കൊല്ലിച്ച ഒരു ഹൃദയമുള്ള മനുഷ്യനാണ് ദാവീദ്. എന്നാൽ ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി ദാവീദ് ദൈവത്തോട് ചോദിച്ച് അത് കിട്ടിയപ്പോൾ ദാവീദിനെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്നു, എന്റെ ഹൃദയപ്രകാരമുള്ളവൻ ദാവീദ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്തുകൊണ്ട് ദാവീദിനെ കുറിച്ച് കർത്താവ് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പുതിയൊരു ഹൃദയത്തിന്റെ ഉടമ ആയി മാറിയപ്പോൾ അതേ ദാവീദിനെ കുറിച്ച് ദൈവം പറയുകയാണ്, അവൻ എനിക്ക് ബോധിച്ച പുരുഷൻ, അവൻ എന്റെ ഹിതം ചെയ്യുന്നവനായി മാറി. നേരത്തെ ദൈവത്തിന് ഹിതമില്ലാത്തത് പ്രവർത്തിച്ചപ്പോൾ, അതേ പ്രവർത്തിച്ചവനായി മാറിയപ്പോൾ ദൈവത്തോട് ചോദിക്കുകയാണ്, പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. അപ്പാ, വായി തുറന്ന് ചോദിച്ചാട്ട്, കർത്താവ്, എനിക്കൊരു പുതിയ ഹൃദയം തരണമേ. എന്റെ ഹൃദയത്തിനകത്ത് അതേ അസൂയകൾ നിറഞ്ഞ, കുശുമ്പ് നിറഞ്ഞ, അതേ വക്രത നിറഞ്ഞ, കോട്ടം നിറഞ്ഞ
നിറഞ്ഞ ഒരു ഹൃദയമാണ് ഇതുവരെ എൻ്റെ അകത്തിരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലമായി തുറന്ന് ചോദിക്ക്, ഒരു പുതിയ ഹൃദയത്തിന്റെ ഉടമയായി മാറിപ്പോകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് ആഗ്രഹമുണ്ട്, ഒരു പുതിയ ഹൃദയം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നവർ ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് ആത്മാർത്ഥമായി സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എനിക്കൊരു പുതിയ ഹൃദയം വേണം കർത്താവേ. വായി തുറന്ന് ചോദിക്കാം. ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, വായി തുറന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ. ദൈവം പറയുന്ന മത്തായി സുവിശേഷം 7-ാം അധ്യായം 7-ലാണ് കർത്താവ് പറഞ്ഞത്, യാചിക്കുന്ന ഏവനും അത് ലഭിക്കും. ഹല്ലേലൂയ. ചോദിക്കുന്നവന് കൊടുക്കും. ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിക്കാമോ, കർത്താവേ എനിക്കൊരു പുതിയ ഹൃദയം വേണം. കാരണം വഞ്ചനയില്ലാത്ത, ദുഷ്ടതയില്ലാത്ത, അസൂയ ഇല്ലാത്ത ഒരു ഹൃദയം എനിക്ക് ആവശ്യമായിരിക്കുന്നു. എന്തിനാ? കഴിഞ്ഞ കാലങ്ങളിൽ പാവത്താൽ അത് എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, ഞാൻ എന്നെ പ്രസവിച്ചത് പാവത്താലാണ് എന്ന് ദാവീദ് മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാ, പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. അതേ, ഒരു സൃഷ്ടിപ്പ് നടക്കും. ഞാൻ ആത്മാവിൽ ഇന്ന് കാണുന്നു, ഇതിനകത്ത് ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് ഒരു പുതിയ സൃഷ്ടിപ്പ് നടക്കാൻ പോകുന്നു, ഒരു പുതിയ ക്രിയേഷൻ നടക്കാൻ പോകുന്നു, ഒരു പുതിയ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ പോകുന്നു. ഒരു ന്യൂ ക്രിയേഷൻ ഇന്ന് പകൽക്കാലിനകത്ത് നടക്കാൻ പോകുകയാണ്. ഒരിക്കൽ കൂടെ ഒരു സൃഷ്ടിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മീഡിയയിൽ എന്നെ ശ്രദ്ധിക്കുന്നവരും എന്നെ കാണുന്നവരും കേൾക്കുന്നവരും ദൈവാത്മാവിൽ ഞാൻ പ്രവചിക്കാം, നിന്റെ ഹൃദയത്തിനകത്ത് കൈപ്പേറിയ അനുഭവമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ചോദിക്ക്, ഒരു പുതിയ ഹൃദയം നിന്റെ അകത്ത് സൃഷ്ടിച്ച് ഇന്ന് പകൽക്കാലത്തിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുന്നു. നിന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റത്തെ തരാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്ക്. ദൈവമേ, എനിക്കൊരു പുതിയ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഒരു സൃഷ്ടിപ്പ് നടക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അകത്തോട്ട് വന്നാൽ, ആത്മമണ്ഡലം ചലിച്ചു തുടങ്ങിയാൽ ഒരു പുതിയ ന്യൂ ക്രിയേഷൻ നിന്റെ അകത്ത് സംഭവിക്കും. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ അനുഭവം, ഒരു പുതിയ മാറ്റം, ഒരു തുടക്കം, ഒരു മാറ്റത്തിന്റെ തുടക്കമായി മാറുന്ന 2022 വർഷം 7-ാം മാസം 24-ാം തീയതി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി, ഒരു മാറ്റത്തിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഹൃദയം മാറുന്നു, ജീവിതം മാറുന്നു, അവസ്ഥ മാറുന്നു, പട്ടണം മാറുന്നു, സംസ്ഥാനം മാറുന്നു, നിന്റെ യാത്ര മാറുന്നു, നിന്റെ ജീവിത രീതി മാറി അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു കർത്താവ്, ഒരു ക്രിയേഷൻ നടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു പുതിയ ഒരു തുടക്കം കുറിക്കുന്ന ദിവസമായി മാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കണേ, കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന പൗലോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു വെളിച്ചമായി വീശിയപ്പോൾ എന്താ സംഭവിച്ചത്? താൻ നിലത്ത് വീഴുന്ന എഴുന്നേറ്റ് കഴിയുമ്പോൾ അതേ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കണമെന്നുള്ള ദുഷ്ടഹൃദയത്തെ മാറ്റിയിട്ട് ഒരു പുതിയ ഹൃദയം അവന് നൽകിയതുപോലെ ഇതിനകത്തിരിക്കുന്നവർ മാത്രമല്ല, ഈ മീഡിയയിൽ ശ്രദ്ധിക്കുന്നവർക്ക് പോലും ദൈവം ചില മാറ്റം ഹൃദയത്തിനകത്ത് വരുത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ ആഗ്രഹിച്ചു പുറപ്പെട്ട പൗലോസിന്റെ ഹൃദയം മാറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയാ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് ദൈവം ചില മാറ്റങ്ങൾ വരുത്താൻ പോകുകയാണ്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ 24-ാം തീയതി പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കാം, ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് ഒരു ടേണിംഗ് പോയിന്റ് ദൈവം വരുത്താൻ ആഗ്രഹിക്കുന്നു, ഒരു സ്വഭാവ മാറ്റം വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു, ജീവിതത്തിനകത്ത് ഒരു മാറ്റം വരുത്താൻ ദൈവം മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു, ഒരു ക്രിയേഷൻ നടക്കുന്നു, ഒരു മാറ്റം നടത്തുന്നു, ഒരു പുതിയ ഒരു ജനനം നടക്കുന്ന ഒരു പകലായി മാറുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനാകുന്ന ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്കൊരു പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയത്തിന്റെ സൃഷ്ടിപ്പ് നടക്കാൻ പോകുകയാണ്.
ഹല്ലേലൂയ. ഒരെണ്ണത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. ദൈവമക്കളെ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എന്റെ അകത്ത് ഒരു സൃഷ്ടിപ്പ് നടക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ എന്താണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഉള്ള കാരണം? ദാവീദിന് അറിയാം മനുഷ്യ ഹൃദയത്തിനകത്തുള്ള അവസ്ഥകൾ. ദാവീദ് അങ്ങനെ ആയിരുന്നു. വരാന്തരത്തിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാവീദിന്റെ ഹൃദയത്തിനകത്ത് ഒരൊറ്റ കാരണമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. ഒറ്റ കാര്യം തന്റെ ഹൃദയത്തിനകത്ത് ഇതായിരിക്കാം തന്റെ ആഗ്രഹം. ദൈവമേ, എന്റെ അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ, ഈ സ്ഥിതിയെ കർത്താവേ ഒന്ന് മാറ്റണമേ എന്നായിരിക്കും ദാവീദ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടല്ലേ 121 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താ? ദാവീദ് ആഗ്രഹിച്ചത്, ദൈവമേ എനിക്കൊരു സഹായം വേണം. എന്താണ് സഹായം? എന്റെ അവസ്ഥ ഒന്ന് മാറണം, എന്റെ സ്ഥിതി ഒന്ന് മാറണം. ഇതായിരിക്കും ദാവീദ് ആഗ്രഹിച്ചത്. എന്നാൽ ദാവീദ് തന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറിയപ്പോൾ, രാജാവായി മാറി വന്നപ്പോൾ, രാജാവായി തീർന്നപ്പോൾ തന്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചു. എന്താ? ചതിയും വഞ്ചനയും അതേ പ്രിയപ്പെട്ടവരെ ഒക്കെ സംഭവിപ്പാനിടയായി. മറ്റുള്ളവരെ ചതിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ അതേ വേദനിപ്പിക്കുന്ന സ്വഭാവം തന്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നു. അങ്ങനെ ചില വഞ്ചനയും ചില ചതിയും ചില വ്യാജവും ഒക്കെ തന്റെ ഹൃദയത്തിനകത്ത് കടന്നു വന്നപ്പോൾ ദാവീദിന് ഇപ്പോൾ മനസ്സിലായി, അങ്ങനെ പോയാൽ നടക്കത്തില്ല. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, പുതിയൊരു ഹൃദയം എന്നിലൊന്ന് സൃഷ്ടിക്കണമേ. ഹല്ലേലൂയ. പുതിയൊരു ഹൃദയം എന്നിലൊന്ന് സൃഷ്ടിക്കണമേ. ഇന്നലകളിൽ അതെ ഞാൻ മുന്നോട്ട് നടന്ന ഹൃദയമല്ലപ്പാ, ഇന്നലകളിൽ പ്രവർത്തിച്ചതല്ലപ്പാ, ഇന്നലകളിൽ ചിന്തിച്ചതല്ലപ്പാ, അതെല്ലാം കഴിഞ്ഞു പോയ ഒരു രാമം പോലെ മാറി, ഒരു രാത്രി പോലെ മാറി, ഒരു സ്വപ്നം പോലെ മാറിയിട്ട് ഒരു പുതിയ സൃഷ്ടിപ്പ് എന്നിൽ സംഭവിക്കണം. എന്താ സൃഷ്ടിക്കേണ്ടത്? എനിക്കൊരു ഹൃദയം വേണം. ഹല്ലേലൂയ. ആരാഗ്രഹിക്കുന്നത്? ദൈവമേ എനിക്കൊരു പുതിയ ഹൃദയം വേണം. ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ, ഞാൻ ആഗ്രഹിക്കുകയാണ്, ഒരു പുതിയ ഹൃദയം വേണം. ആരെയും പറ്റിക്കാത്ത, ആരെയും ചതിക്കാത്ത, ആരെയും കബളിപ്പിക്കാത്ത, ആരെയും അതേ പ്രിയപ്പെട്ടവരെ വേദനിപ്പിക്കാത്ത ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിപ്പാൻ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ദാവീദ് ഒരുപാട് ഹൃദയങ്ങളെ കണ്ടവനായിരിക്കാം, അല്ലെങ്കിൽ ഹൃദയത്തെക്കുറിച്ച് പഠിച്ചവനായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. നമുക്ക് ചില ഹൃദയങ്ങളെ നോക്കാം. അനവധി ഹൃദയങ്ങളെ ബൈബിളിലൂടെ നമുക്ക് പരിചയപ്പെടാനായിട്ട് കഴിയും. ഇന്ന് ലോകത്തിൽ കാണുന്ന മനുഷ്യ ഹൃദയം, ഹല്ലേലൂയ, ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്ന ആ സാധനമുണ്ടല്ലോ, ആ സാധനം അതെ വല്ലാത്ത സാധനമെന്ന് ദാവീദ് പഠിച്ചതുകൊണ്ട് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്, കർത്താവേ പുതിയൊരു ഹൃദയം എനിക്ക് തരണമേ. ഹല്ലേലൂയ. കാരണം അടപ്പില്ലാത്ത ഒരു ഹൃദയം, വ്യാജമില്ലാത്തൊരു ഹൃദയം, കള്ളത്തരമില്ലാത്തൊരു ഹൃദയം, മോശത്തരമില്ലാത്ത ഹൃദയം, ദൈവമേ ചതിയും വഞ്ചനയും ഇല്ലാത്ത ഒരു ഹൃദയം. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്നാമത് നമ്മൾ കാണുന്ന ഹൃദയം. എന്താ ഹൃദയത്തിന്റെ പ്രത്യേകത? ഹൃദയത്തെക്കുറിച്ച് യിരെമ്യാവിലൂടെ പരിശുദ്ധാത്മാവ് മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ്. വായിച്ചേ. ഹൃദയം എല്ലാറ്റിനേക്കാളും കാപടവും വിഷമവുമുള്ളതാണ്. ഹൃദയത്തെക്കുറിച്ച് ഒന്നാമത് ദാവീദുടെ അതേ പറയുവാനുള്ള കാരണം, ദാവീദ് പറയാണ് പുതിയൊരു ഹൃദയം എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഹൃദയം കപടമില്ലാത്ത ഒരു ഹൃദയം എനിക്ക് ആവശ്യമാണ്. ഇവിടെ യിരെമ്യാവ് പറയുക ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളതാണ്. അപ്പോൾ ദാവീദ് പറയുന്നു കപടമില്ലാത്തതും വിഷമമില്ലാത്തതുമായ ഒരു പുതിയ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഹല്ലേലൂയ. നമുക്ക് ആഗ്രഹമില്ലേ ഈ കപടമില്ലാത്ത അല്ലെങ്കിൽ ഈ വിഷമമില്ലാത്ത ഒരു ഹൃദയത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. കപടമില്ലാത്ത ഹൃദയം, ഒന്ന് കപടമില്ലാത്ത ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. രണ്ട്, അതേ വേദനയില്ലാത്ത, കപടമില്ലാത്ത, വിഷമമില്ലാത്ത ഒരു ഹൃദയം.
ഞാൻ ചോദിക്കട്ടെ, വിഷമമില്ലാത്ത ഹൃദയത്തോടെയാണോ ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത്? വിഷമമില്ലാത്തവരാണോ? നമുക്ക് ജീവിതത്തിനകത്ത് വിഷമമുണ്ട്, അതുപോലെ കപടവുമുണ്ട്. എന്നാൽ ദാവീദ് പറയുന്നു, പുതിയൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കപ്പെടാ. എന്തിനാ? കപടമില്ലാത്ത. അതേ പ്രിയപ്പെട്ടവരെ, വിഷമമില്ലാത്ത ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിപ്പാൻ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടം, ഹല്ലേലൂയ, മറ്റുള്ള എല്ലാറ്റിനേക്കാളും സകലത്തിനേക്കാളും കപടം നിറഞ്ഞതാണ് ഹൃദയമെന്ന് ഇവിടെ യിരെമ്യാവ് പറയുന്നു. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, കപടമില്ലാത്ത പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ കർത്താവേ. ദൈവത്തോട് ചോദിക്കാം, അപ്പാ എനിക്കൊരു പുതിയ ഹൃദയം വേണം. അതെങ്ങനെയുള്ളതാ? കപടമില്ലാത്തത്, വിഷമമില്ലാത്ത ഹൃദയം. കപടമെല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ തന്നെ ശോധന ചെയ്യാം. കപടമില്ലാത്ത ഹൃദയമാണോ നമ്മുടെ ഉള്ളിൽ? നമുക്ക് പലപ്പോഴും മറ്റുള്ളവരോട് സത്യസന്ധമായി സംസാരിക്കാൻ കഴിയുന്ന ഹൃദയമാണോ നമ്മുടെ ഉള്ള്? ഒന്ന് ശാന്തമായി നമുക്ക് തന്നെ ചോദിക്കാം, കപടമില്ലാത്ത ഹൃദയത്തോടെയാണോ? അങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത്? ആരോടെങ്കിലും കപടമില്ലാതെ നാം സംസാരിച്ചിട്ടുണ്ടോ? കള്ളമില്ലാതെ നാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽ ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, പുതിയൊരു ഹൃദയം എനിക്ക് വേണമപ്പാ. അതെങ്ങനെ? ദാവീദ് ദൈവത്തോട് ചോദിച്ചതുപോലെ ഒരു പുതിയ ഹൃദയം ദൈവം എനിക്ക് തരണമേ. വായ് തുറന്ന് വിശ്വാസത്തോടെ ചോദിച്ചാട്ട്, കർത്താവേ, അപ്പ കപടമില്ലാത്ത അല്ലെങ്കിൽ വിഷമമില്ലാത്ത ഒരു ഹൃദയം എനിക്ക് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു പുതിയ സൃഷ്ടിപ്പ് ഇന്ന് പകൽ എൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കാൻ നമുക്ക് ദൈവത്തോട് ചോദിക്കാമോ? ഒന്ന്, കപടമുള്ള ഹൃദയമാണ്, കപടവും വിഷമമുള്ള ഹൃദയം. അതുകൊണ്ട് ദാവീദ് പറയുക, കപടമില്ലാത്ത. ഈ കപടം നിറഞ്ഞ ഹൃദയമായിരുന്നു ദാവീദിന്റെ ഹൃദയം. വല്ലാത്ത കള്ളത്തരമുള്ള, കപടം നിറഞ്ഞ, മറ്റുള്ളവരെ ചതിക്കുന്ന, മറ്റുള്ളവരെ വഞ്ചിക്കുന്ന, മറ്റുള്ളവരെ പറ്റിക്കുന്ന ഹൃദയമുള്ള ദാവീദ് ദൈവത്തോട് നിരപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ തിരുമേശയോട് അടുക്കാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഹൃദയം ഒന്ന് ദൈവത്തിനൊന്ന് പകർന്നു കൊടുത്താട്ട്, ഹൃദയത്തെ ഒന്ന് താഴ്ത്തട്ട്, ദൈവ കരങ്ങളിൽ നമ്മുടെ ഹൃദയം ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, പുതിയൊരു ഹൃദയം എനിക്ക് ആവശ്യമാണ്. എന്താ? കപടമില്ലാത്ത, കള്ളത്തരമില്ലാത്ത, അതേ വ്യാജമില്ലാത്ത, പൊള്ളത്തരമില്ലാത്ത, വിഷമതയില്ലാത്ത ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. യേശുവേ, ഒരു പുതിയ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. വായ് തുറന്ന് ചോദിക്കണം. നമ്മൾ കരയണം. ദാവീദ് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാ. ദാവീദിന്റെ ഹൃദയം മാറിയപ്പോൾ ദൈവം തന്നെ പറയുക, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാണ്. ഇപ്പോ ദാവീദിന്റെ ഹൃദയം മാറിയപ്പോൾ ഇപ്പൊ ആരുടെ ഹൃദയമായി? ദൈവത്തിന്റെ ഹൃദയമുള്ളവനായി മാറി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തും ചിന്തിച്ചു നോക്കിക്കേ. കർത്താവ് എപ്പോഴെങ്കിലും ഇവൻ എനിക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവളും എനിക്ക് കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ആ വാക്ക് കേൾക്കാൻ ഈ പകൽ ഒരു പകൽ ദൈവം നമുക്കായി ഒരുക്കി തന്നിരിക്കുക. ഹല്ലേലൂയ. കഷ്ടതയും വേദനയും കണ്ണുനീരൊക്കെ നമുക്ക് വരുമ്പോൾ എന്തിനെന്നറിയാ? ഒരിക്കൽ കൂടെ നമ്മെ പണിയാൻ വേണ്ടിയാ, ഒരിക്കൽ കൂടെ നമ്മെ പണിതെടുക്കാൻ വേണ്ടിയാ. യോഹന്നാൻ 15 എടുത്തു പറയുന്നു, അധികം ഫലം കായ്ക്കാൻ അവൻ ചെത്തി വെടിപ്പാക്കുകയാണ്. ഇന്ന് പകൽ നമുക്ക് രോഗം, ശാപം, പ്രതികൂലം, പ്രശ്നങ്ങൾ, ആപത്തുകൾ, അനർത്ഥങ്ങളൊക്കെ കടന്നു വരുമ്പോൾ കൊല്ലാനല്ല, പിന്നെ നിന്നെ പണിയാൻ ദൈവത്തിന്റെ പദ്ധതി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിക്ക്, ഒരു പുതിയ ഹൃദയം എന്നിൽ ഇന്ന് പകൽ ഒന്ന് സൃഷ്ടിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ സമർപ്പിക്കുകയാ. ഹല്ലേലൂയ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന.
നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ. അല്ലയോ ഈ ശോധന കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാൻ നിന്റെ നല്ലേ, നീ എന്നും എൻ്റെ താണേ. ഞാനും നിന്റേതല്ലേ, നീ എന്നും എൻ്റെ താണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ. അല്ലയോ ഈ ശോധന. വായ് തുറന്ന് കരമടിച്ച് നിന്നെ തകർക്കുവാനോ നിന്നെ മോടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ. അല്ലയോ ഈ ശോധന. കഷ്ടങ്ങളിലോ പതറിടല്ലേ, കണ്ണുനീരിലും തകർന്നിടല്ലേ. ഞാനെന്നും നിന്റേതല്ലോ, നീയെന്നും എന്റേതാണേ. ഹല്ലേലൂയ. ഞാനെന്നും നിന്റേതല്ലോ, നീയെന്നും എന്റേതാണേ. ആ കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഈ കഷ്ടതയും ഈ കണ്ണുനീരും ഈ മരണത്താഴ്വരയും നിന്നെ തകർക്കാനല്ല, നിന്നെ മുടിക്കാനല്ല, നിന്നെ പണിയാൻ ഒരു പുതിയ ഹൃദയം നിന്റെ അകത്തു വയ്ക്കാനാ. ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം നിന്റെ അകത്തോട്ട് കയറ്റിത്തരാൻ ദൈവം നിന്നെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, നിന്നെ ഓപ്പറേഷൻ നടത്തിയത്, നിന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാ പറയുന്നു, ഒരു പുതിയ ഹൃദയം നിന്റെ അകത്തേക്ക് കയറ്റാനാണ് ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നത്. അതാ ദാവീദ് പറയുന്നത്, പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ഹല്ലേലൂയ. എന്തിനെന്നറിയാ? കപടമില്ലാത്ത, അതേ കള്ളത്തരമില്ലാത്ത, അല്ലെ വേദനയില്ലാത്ത ഒരു ഹൃദയം എനിക്ക് സൃഷ്ടിപ്പാൻ. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കും. ദൈവമക്കളെ, ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഹൃദയം നമ്മളിൽ വരണമെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിന് വേണ്ടിയാ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലൊക്കെ പറയുന്നത്, അതെവിടെ പറയും? നാമോ ദൈവത്തിന്റെ മനസ്സുള്ളവർ, ദൈവത്തിന്റെ മനസ്സുള്ളവർ. ദൈവത്തിന്റെ മനസ്സ് എൻ്റെ അകത്തുണ്ടെങ്കിൽ എനിക്കകത്തിരിക്കുന്ന ഹൃദയം അത് ദൈവത്തിൻ്റെതാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹാർട്ടായി നീ മാറിയാൽ നിന്റെ ജീവിതത്തിനകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും ആ നിന്റെ ഹൃദയം തുടിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയം, അതേ കർത്താവിന്റെ ഹാർട്ടിനകത്ത് ദൈവത്തിന് നിന്നെ കുറിച്ച് അറിയാൻ പറ്റും. നിന്റെ വേദന, നിന്റെ കണ്ണുനീര്, നിന്റെ സങ്കടം, നിന്റെ നിരാശ അവൻ അറിയാൻ പറ്റും. അതാ പറഞ്ഞത്, അവന്റെ ഹൃദയമായി നീ മാറിയാൽ. ദാവീദിനെ കുറിച്ച് തമ്പുരാൻ പറഞ്ഞു, ഇവൻ എന്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യനാണ്. ഒന്ന്, കപടവും വിഷമവുമുള്ള ഹൃദയം. മനുഷ്യ ഹൃദയം എങ്ങനെയുള്ളതാ? കപടവും വിഷമവും ഉള്ള ഹൃദയം. 2, നമ്മൾ യിരെമ്യാ പ്രവാചന പുസ്തകം 4-ന്റെ 14-ാം വായിക്കുമ്പോൾ അവിടെ പറയും, ദുഷ്ടത നിറഞ്ഞ ദുഷ്ടഹൃദയമെന്ന. ദുഷ്ടത നിറഞ്ഞ ദുഷ്ടഹൃദയം. ഇന്ന് പകൽ ശ്രദ്ധിക്ക്, ആ ദുഷ്ടത എന്ന് നമുക്കാണ് ദുഷ്ടത നിറഞ്ഞ ദുഷ്ടഹൃദയം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ദാവീദ് തൻ്റെ വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയെ തനിക്ക് സ്വന്തമാക്കാൻ വേണ്ടി അവനെ കൊല്ലിച്ചു. അവനെ കൊല്ലിച്ചിട്ട് തൻ്റെ ഭാര്യയെ തൻ്റെ സ്വന്തം ഭാര്യയാക്കി മാറ്റി. അതേ, സലോമന്റെ അമ്മയാണ് ആ ഭാര്യ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു നാഥാൻ പ്രവാചകനെ അതേ ഈ ദാവീദിന്റെ അടുക്കൽ സ്വർഗം അയച്ചു. നാഥാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു പട്ടണത്തിൽ കുറിച്ച് ഒരു കഥയായിട്ട് നാഥാൻ പ്രവാചകൻ പ്രവചിച്ച് പറയുകയാണ്, സംസാരിക്കുകയാണ്. അപ്പോഴാണ് ദാവീദ് ചോദിക്കുന്നത്, ആ ദുഷ്ടൻ ആരാ? ഹലോ,
ആ ദുഷ്ടൻ ആര് എന്ന് ചോദിക്കുമ്പോൾ നാഥാൻ വിളിച്ചു ആ ദുഷ്ടനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ, അത് നീ തന്നെ. ഇവിടെ പറയുന്നു ഹൃദയം, ദുഷ്ടഹൃദയം. ഇന്ന് പകൽക്കാലം മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ ഹൃദയത്തിന്റെ ഉടമയുടെ പേര് ദുഷ്ടഹൃദയം. നാഥാൻ പറയുക ആ മനുഷ്യൻ നീ തന്നെയാ. ആ ദുഷ്ടൻ ആരെന്ന് അതേ ദാവീദ് ചോദിക്കുമ്പോൾ ആ നാഥാൻ പറയുക ആ മനുഷ്യൻ നീയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദാവീദിന് മനസ്സിലായി ആ ദുഷ്ട മനസ്സാ എന്റെ ഹൃദയം, ആ ദുഷ്ട ഹൃദയമാ എന്റെ ഹൃദയം എന്ന് ദാവീദിന് മനസ്സിലായപ്പോൾ ദാവീദ് പൊട്ടിക്കരയാനും ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാനും ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തുകൊണ്ട് ദൈവത്തോട് ഏറ്റുപറയുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുകയാ. ദാവീദ് പ്രാർത്ഥിക്കുന്നു, പുതിയ ഒരു ഹൃദയം എനിക്ക് തരണം. കാരണം മറ്റുള്ളവരെ പറ്റിക്കാത്ത, മറ്റുള്ളവരെ ചതിക്കാത്ത, മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത ഒരു പുതിയ ഹൃദയം എനിക്ക് വേണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദാവീദിനെ കാണുവാൻ കഴിയുന്നു. ദൈവത്തോട് ചോദിക്കുന്നു, പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം കർത്താവേ. ഇനി ആരെയും പറ്റിക്കാതെ, ആരെയും ചതിക്കാതെ, ആരെയും വഞ്ചിക്കാതെ, ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ ഒരു പുതിയ ഹൃദയം എന്നിൽ സൃഷ്ടിക്കാൻ. ആ ദുഷ്ടനാര് എന്ന് ദാവീദ് ചോദിക്കുമ്പോൾ നാഥാൻ പറയുന്നു, ആ മനുഷ്യൻ നീയാ. ഇന്ന് പകൽ ദൈവമക്കളെ, അപ്പോൾ തന്റെ ഹൃദയം എന്ത് ഏതുവിധം എന്ന് ദാവീദിന് മനസ്സിലായി. ദുഷ്ടഹൃദയം. ഈ ദിവസങ്ങൾ മൂന്നാമത്തെ ഹൃദയം കൂടെ ഞാൻ പറയാം. അതെ, മത്തായി 15-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു ഹൃദയം നമുക്ക് കാണുവാൻ കഴിയും. എന്താ ഹൃദയം എന്നറിയാ? ഈ മനുഷ്യൻ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയമോ ദൂരത്ത് അകന്ന ഹൃദയം. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യരൊക്കെ പലപ്പോഴും ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ആരാധിക്കുന്നു കൊണ്ടിരിക്കുന്നുവെങ്കിലും ഹൃദയം എവിടെയൊക്കെയോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം, ഈ ഞായറാഴ്ച പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ അതേ ഉള്ള മനുഷ്യർ അവിടെ ഹൃദയം എവിടെ അകന്നിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്ന്, കൂട്ടായ്മയിൽ നിന്ന് അകന്ന്, പ്രാർത്ഥനയിൽ നിന്ന് അകന്ന്, വിശുദ്ധിയിൽ നിന്ന് അകന്ന്, കർത്തൃ ശുശ്രൂഷയിൽ, കർത്തൃ മേശയിൽ നിന്ന് അവിടെ ഹൃദയം അകന്നിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അകന്നുപോയ ഹൃദയം ഇന്ന് പകൽക്കാലം മടങ്ങി വാ. പരിശുദ്ധാത്മ പറയുകയാണ്, അകന്ന ഹൃദയം. അതരം അടുത്തുണ്ടെങ്കിലും ഹൃദയം ദൂരെയാണ്. അകന്ന ഹൃദയം, ദുഷ്ടഹൃദയം, കപടമുള്ള ഹൃദയം അകറ്റിക്കളഞ്ഞിട്ട് ദൈവത്തോട് ചോദിക്ക്, ഒരു പുതിയൊരു ഹൃദയം എന്നിൽ ഇന്ന് പകൽ ഒന്ന് സൃഷ്ടിപ്പാൻ യേശുവേ എന്നെ സമർപ്പിക്കുക. പലവട്ടം, പല പ്രാവശ്യം, അനവധി പ്രാവശ്യം, അനവധി നിരവധി പ്രാവശ്യം തമ്പുരാൻ നമ്മോട് സംസാരിച്ച വിഷയങ്ങളിൽ നിന്ന് അകന്നു പോയെങ്കിൽ ഒരിക്കൽ കൂടെ ആത്മാവ് വിളിച്ചു പറയുന്നു, അടുത്തേക്ക് വരിക. അകന്നിരിക്കുന്ന ഹൃദയമാണെങ്കിൽ ദൈവം പറയുന്നു, അടുത്തു വരിക. ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിനോട് പ്രാർത്ഥിക്കുക. അതരം കൊണ്ട് ബഹുമാനിക്കുക മാത്രമല്ല, ഹൃദയം കൊണ്ട് അവനെ ആരാധിക്കുന്ന ദൈവജനമായി മാറാൻ, ദൈവത്തിലേക്ക് മടങ്ങാൻ പരിശുദ്ധാത്മാവ് അവരെ തൊടേണ്ടതിന് അകന്നു പോയ, അകന്നു കിടക്കുന്ന, അകന്നു പോയ മനുഷ്യന്റെ ജീവിതം ഇന്ന് പകൽ ദുഷ്ടഹൃദയം. അതേ പ്രിയപ്പെട്ടവരെ, അത് അകന്നിരിക്കുന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോയ, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയ, ആരാധനയിൽ നിന്ന് അകന്നു പോയ, കൂട്ടായ്മയിൽ നിന്ന് അകന്നിരിക്കുന്ന ആ ഹൃദയം മാറ്റിയിട്ട് ഒരു പുതിയ ഹൃദയം എന്നിൽ സൃഷ്ടിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുതിയൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചിട്ട് അടുത്ത ദാവീദിന്റെ പ്രാർത്ഥനയാണ്, ഒരു പുതിയ ആത്മാവിനെ അതിനകത്ത് തരണമേ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു പുതിയ ഹൃദയം, അതിനകത്തൊരു പുതിയ ആത്മാവ്. യേശുവേ, ഈ ആത്മാവിന്റെ പ്രത്യേകത ദാവീദ് എടുത്തു പറയുകയാണ്, സ്ഥിരമായൊരു ആത്മാവ്. പുതിയ ഹൃദയത്തിനകത്ത് സ്ഥിരമായ ഒരാത്മാവിനെ പകരണമേ യേശുവേ. അകന്നു പോകുന്ന ആത്മാവല്ല, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്ന ആത്മാവല്ല, സ്ഥിരമായ ഒരാത്മാവ്. ഇന്ന് പലരുടെയും ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് ഉണ്ടെന്ന് പറയുന്ന, അഭിമാനിക്കുന്ന
പലരുടെയും ജീവിതത്തിനകത്ത് ഒരു ഞായറാഴ്ച ആരാധിച്ചാൽ പിറ്റേ ഞായറാഴ്ച ആത്മാവ് മാറി. കാരണം പിറ്റേ ഞായറാഴ്ച ആരാധനയില്ല. ഇത് അകന്നു പോകുന്ന ആത്മാവ്. ഇന്ന് പകൽക്കാലം ഓർത്തോ, സ്ഥിരമായൊരു ആത്മാവിന് വേണ്ടി ചോദിക്കേ. കർത്താവിന്റെ വചനം പറയും, സ്ഥിരതയോടെ ദൈവത്തെ ആരാധിക്കണം. നമ്മുടെ ഓട്ടം എങ്ങനെ ആയിരിക്കണം? സ്ഥിരതയോടെ. ആരാധിക്കേണ്ടത് സ്ഥിരതയോടെ, ഓടേണ്ടത് സ്ഥിരതയോടെ, പ്രാർത്ഥിക്കേണ്ടത് സ്ഥിരതയോടെ. കർത്താവിന്റെ കൃപ ഇന്ന് പകൽ നമ്മുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ സ്ഥിരതയോടെ ആരാധിക്കാൻ സ്ഥിരമായ ഒരാത്മാവ് നമ്മളിൽ പ്രാപിക്കേണ്ട. ആത്മാവ് എങ്ങനെയാ? സ്ഥിരതയുള്ള ആത്മാവ്. ഒരു ഞായറാഴ്ച 4 ഞായറാഴ്ച ഉണ്ടെങ്കിൽ 2 ഞായറാഴ്ച ആരാധിച്ചാൽ പിന്നെ 2 ഞായറാഴ്ച കാണത്തില്ല. ഇത് ഏതാത്മാവാ? ഈ ആത്മാവിനെ അല്ല പ്രാപിക്കേണ്ട. പിന്നെയോ ദാവീദ് പറയുന്നു, സ്ഥിരമായ പുതിയ ഹൃദയം, സ്ഥിരമായ ആത്മാവ്. ചോദിക്കാൻ ദൈവത്തോട്, കർത്താവേ, ഒരു സ്ഥിരമായ ഒരാത്മാവ് എനിക്ക് ആവശ്യമാണ്. എന്റെ ജീവിതത്തിനകത്ത് സ്ഥിരമായ ഒരാത്മാവ് എന്റെ ഉള്ളിൽ ഒന്ന് നിറയ്ക്കണമേ. അതാ പറഞ്ഞത്, പുതിയ ഒരു ന്യൂ ക്രിയേഷൻ ഇന്ന് പകൽ നമ്മൾ ഇത് നടക്കട്ടെ. പുതിയ ഹൃദയം, പുതിയ ആത്മാവ്. പുതിയ ഹൃദയം, പുതിയ ആത്മാവ്. എന്തിനാ? എന്നേക്കും സ്ഥിരമായി ഇരിക്കുന്ന ആത്മാവ്. അത് ഓടുന്ന ആത്മാവല്ല, അത് മാറിപ്പോകുന്ന ആത്മാവല്ല. നമ്മുടെ മേൽ അത് എന്നേക്കുമായി സ്ഥിരമായിരിക്കുന്ന ഒരാത്മാവ്. നമുക്ക് ചോദിക്കാം ദൈവത്തോട്. എല്ലാ കണ്ണുകളും നടയട്ടെ. ദൈവത്തോട് ചോദിക്കാം. ഞാനിവിടെ നിർത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ചോദിക്കാം. പരിശുദ്ധാത്മാവോട് ചോദിക്കാം. കർത്താവിനോട് ചോദിച്ചാട്ടെ. എത്ര നാൾ തള്ളി ഞാൻ ഇത്രമാ സ്നേഹത്തെ